ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കരിക്ക് കുടിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിന്ന് മാനന്തവാടിയിലോട്ട് പോവുക കേട്ടോ. നമുക്ക് വേറെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു, പിന്നെ വായ മൂവി കാണണമായിരുന്നു കേട്ടോ. കരിക്ക് കുടിച്ചിട്ട് ആദ്യമായിട്ടാണ് മുഖത്തിൻ്റെ എക്സ്പ്രഷൻ അങ്ങനെ അയക്കേണ്ടത് കേട്ടോ. പാച്ചുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും ഹോട്ടലിൽ കയറി കേട്ടോ. അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ലച്ചുവാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അതാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. പിന്നെ പാച്ചു നൗഷിഖാൻ്റെ ഫോണിലും അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടോ. അപ്പോൾ പാച്ചു കുറേ ആയി മന്തിക്ക് പറയുന്നു. പിന്നെ പാച്ചു മന്തി വാങ്ങി, നൗഷിഖ പൊറാട്ട അയച്ചു. പിന്നെ നൗഷിഖക്ക് ബീഫ് ചിക്കനൊക്കെ നൗഷിഖ ഇപ്പം കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ പൊറാട്ടയും ഗ്രേവിയാണ് നൗഷിഖ കഴിച്ചത്. ഞാൻ ലച്ചുവിൻ്റെ കൂടെയും കഴിച്ചു കേട്ടോ. പിന്നെ പാച്ചുവിൻ്റെ ഫുഡൊക്കെ ബാക്കിയായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്നത് വാഴ 2 കാണാനാണ് കേട്ടോ. അപ്പം തിയേറ്ററിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പം കണ്ടതാണ് കേട്ടോ ഒരു ചക്കമര പ്ലാവ്. അപ്പോൾ അതിലിഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ പോയിട്ട് ബുക്കാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ പോയി മേടിച്ചു. പിന്നെ പോപ്കോൺ കാണുമ്പോഴുള്ള ഒരു ഇതാട്ടോ, ലച്ചുട്ടിക്കും പാച്ചുട്ടിക്കൊക്കെ അത് പെട്ടെന്ന് മേടിക്കണമെന്ന്. അപ്പം നമ്മളത് കയറുമ്പോൾ മേടിക്കാമെന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നെ ലച്ചുവിൻ്റെ ഉപ്പച്ചിയും കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുക കേട്ടോ. ലച്ചു ഇങ്ങനെ നൗഷിഖാനെ വെറുപ്പിക്കുക, നൗഷിഖോളം ഇങ്ങനെ പിടിച്ചിങ്ങനെ മെല്ലെ മെല്ലെ മാറ്റുക. അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പാച്ചു ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ വെറുപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഞങ്ങളുടേതായ ഒരു ലോകത്തായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു, ടൈമായി. നമ്മൾ പോപ്കോണൊക്കെ മേടിച്ചു. തിയേറ്ററിൽ കയറി ലച്ചുതാ പോപ്കോൺ തിന്നാൻ തുടങ്ങി കേട്ടോ. പാച്ചുവിൻ്റെത് പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു ഒതുങ്ങിയ സീറ്റ് തന്നെ കിട്ടിയത്. അപ്പം നമ്മൾ 4 ആളും അങ്ങനെ ഇരുന്നു. അങ്ങനെ സിനിമ തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പം ആളുകളൊക്കെ വന്നുകൊണ്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം ഇത് ലച്ചെടുത്തതാണ് കേട്ടോ വീഡിയോ. പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ തിളക്കൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ മൂവി കണ്ടു. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലായിട്ടോ. ഇപ്പം ഇൻ്റർവെല്ലിൽ നിന്നുള്ള പരസ്യമാണിത്. അപ്പം ലച്ചു വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ. അങ്ങനെ അത് കഴിഞ്ഞു നമ്മൾ മൂവിയൊക്കെ കണ്ടു കേട്ടോ. ഒന്നും പറയാനുള്ള ഗൈസ്, അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവി കേട്ടോ. അങ്ങനെ ഈ സിനിമയൊക്കെ കണ്ടു. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇവനെന്താ റോട്ടിൽ കൂടെ നടക്കുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മൂവി കേട്ടോ. അപ്പം ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് അതിൻ്റെ ഒരു ത്രില്ല് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഷവർമ്മയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഷവർമ്മയും നല്ലൊരു ചായയും കുടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ കുട്ടികൾക്കൊക്കെ മിഠായി വാങ്ങി പെട്രോൾ പമ്പിൽ വന്നതാട്ടോ എണ്ണ അടിക്കാൻ. അപ്പം ലച്ചുവാണ് എപ്പോഴും പൈസ കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, പൈസ ഒക്കെ എടുത്തിട്ട് അവൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാട്ടിക്കുളത്തുള്ളതും മാനന്തവാടിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ബേഗൂരാട്ടോ. ഇത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ കാണാനൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ കാടും മേടൊക്കെ താണ്ടി നമ്മുടെ നാട്ടിലോട്ടേക്കുള്ള യാത്രയാണ് ഗൈസ്. അപ്പോൾ ഈ വെളിച്ചം കാണാൻ നല്ല രസമല്ലേ. അതിന് ഞാൻ കുറച്ച് നേരം അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇന്നും ആനിമൽസിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് തോൽപ്പെട്ടിയിലോട്ട് ആനിമൽസിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ വരുമ്പോൾ കാണുന്നുണ്ടോ ആവോ, പക്ഷെ ഞാൻ എന്തായാലും വരുമ്പം അധികം കാണാറില്ല കേട്ടോ. അങ്ങനെ ലച്ചു അതിൻ്റെ തലേൻ്റെ മുകളിലാട്ടോ കയറി നിൽക്കുന്നത്. അങ്ങനെ ലച്ചുവിൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ നാടെത്തിയിരിക്കുന്നു. നമ്മുടെ തോൽപ്പെട്ടി എത്തിയിരിക്കുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ തോൽപ്പെട്ടി.
അങ്ങനെ തോൽപ്പെട്ടിയിൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരും കേട്ടോ. ഇവിടെ ഈ ഫോറസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ ആനിമൽസിനെ കാണാനൊക്കെ ഒരുപാട് വരും. കാട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ട്രെക്കിംഗ് ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ആനിമൽസിനെ കാണാം കേട്ടോ. പിന്നെ ഇതാ ലച്ചും പാച്ചും നോഷിക്കൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ പോകുക കേട്ടോ. അപ്പോൾ പാച്ചു തറവാട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നോട് ചോദിക്കുക കേട്ടോ. അങ്ങനെ അവൻ തറവാട്ടിലോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞു നമ്മളിതാ രാത്രിക്കുള്ള ചോറിൻ്റെയും കറീൻ്റെയും പരിപാടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളം തിളക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ വേഗം അരിയൊക്കെ കഴുകുകയാണ്. അരി എടുത്തു, ഒരു 2-3-4 പ്രാവശ്യം ചെറുപ്പറയെന്ന് കിഴുകി കിട്ടും. അങ്ങനെ വെള്ളം നന്നായി തിളച്ചപ്പം അതിലോട്ട് അരിയൊക്കെ ഇട്ടു. പിന്നെ അത് അവിടെ കിടന്ന് തിളക്കട്ടെ, നമുക്കിനി കുട്ടികളെ പഠിപ്പിക്കാം. അത് കഴിഞ്ഞു ഇതാ പാച്ചുവിനെ പഠിപ്പിക്കുകയാണ്, പാച്ചുവിനെ ഖുർആൻ ഓതിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം കുറേ പ്രാവശ്യം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു റിസ്ക് ആട്ടോ. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും കേട്ടോ. ഞാനും പാച്ചും ഇതാ ലച്ച് ഇവിടെ ഇരുന്നിട്ട് അക്ഷരമാല എഴുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓനക്ക് പഠിപ്പിക്കാന്ന് പറയുമ്പോൾ ഓനക്ക് ഉറക്കം വരുന്ന കേട്ടോ. പിന്നെ ലച്ചുക്ക് ടീച്ചർ ഇപ്പോഴും സ്കൂളത്തെ എന്നും ഉള്ള ഡയറി എഴുതണം, പിന്നെ സ്കൂളത്തെ കുറച്ച് വർക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലച്ചു ഡയറി എഴുതുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മളിന്ന് വാഴ മൂവി കാണാൻ പോയതാട്ടോ ഓളോളെ ഡയറിയിൽ എഴുതുന്നത്. അപ്പം നമുക്ക് ലച്ചുവിനോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു വാഴ 2? ലച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? ലച്ചൊക്കെ ഭയങ്കര കൂക്കലായിരുന്നു കേട്ടോ. തിയേറ്ററിന് കയ്യടിയും കൂക്കലൊക്കെ ആയിരുന്നു കേട്ടോ ലച്ചു. ലച്ചുവും പിന്നെ നമ്മുടെ കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു ബേക്കിൽ. ലച്ചു അവരെ കൂടെ, നമ്മുടെ ചെക്കന്മാരല്ല, നമ്മുടെ നാട്ടുകാർ. അങ്ങനെ കുട്ടികളൊക്കെ കൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവളും ഭയങ്കര കൂക്കലായിരുന്നു കേട്ടോ. അപ്പം വാഴ മൂവിയൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇത് പിറ്റേന്നാണ് കേട്ടോ. അപ്പം എല്ലാവരും പോയി കാണുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. എല്ലാവരും കാണണം വാഴ 2. സൂപ്പർ സിനിമ. സൂപ്പർ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. ബൈ.